അവിടെ ആയിരിക്കുമ്പം മറ്റെവിടെയോ ആയിരുന്നു യുദ്ധം. ഏതോ ദൂരെയുള്ള ഇസ്രായേലും ഇറാനും എല്ലാം തമ്മിൽ യുദ്ധം ചെയ്യണം. ഇന്നലെ നമ്മൾ കൂടിയിരിക്കുമ്പം ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആവുന്നതിനെ പറ്റി, തലയ്ക്ക് മേലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ യുദ്ധവിമാനങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കേണ്ടായി. അപ്പം അത്രയും അടുത്താണ് ഇപ്പോൾ യുദ്ധം. ഈ സാധാരണയായിട്ടുള്ള നമ്മളെപ്പോലെ ഉള്ള ആൾക്കാർക്ക് പാട്ട് പാടണം, കൂടിയിരിക്കണം, സ്നേഹിക്കണം എന്നൊക്കെ ഉള്ളൂ. നമ്മളാരും യുദ്ധം വേണമെന്ന് പറയണില്ല. നമ്മളാരോടും നമ്മൾ വഴക്കിടാൻ പോകണമെന്നില്ല. പക്ഷെ ആരോ എവിടെയോ തീരുമാനങ്ങൾ ഉണ്ടാക്കണു, ഇതെല്ലാം നടക്കണു. എന്നിട്ട് നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാർ അതിൻ്റെ വേദന മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നു. പൂഴി കളിക്കൻ്റെ കുഞ്ഞ് എന്നുള്ളത് എല്ലാ കുഞ്ഞുങ്ങളോടും അഭിസംബോധന ചെയ്യുന്ന ഒരു പാട്ടാണ്. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിൽ വളരാനാവണം എന്നാഗ്രഹിക്കുന്ന ഒരു പാട്ടാണ്. കുഞ്ഞുങ്ങൾ മാത്രമല്ല, വലിയവരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും പൂർണ്ണമായിട്ടും അതിനുള്ള അവകാശം വേണം എന്ന് പറയുന്ന ഒരു പാട്ടാണ്. അപ്പം നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ, അവർക്ക് ഭക്ഷണം പോലും നിഷേധിക്കപ്പെട്ടിട്ടുള്ളൊരു സാഹചര്യം ഇത്ര അടുത്തുണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രം പറ്റുന്ന ചില സമയങ്ങൾ ഉണ്ടാവുന്നു ഭൂമിയിൽ. അപ്പം നിറഞ്ഞ പ്രാർത്ഥനയോടെ പൂഴി കളിക്കൻ്റെ കുഞ്ഞ് പാടുക.